ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിശുദ്ധമായ അറഫയുടെ സന്തോഷത്തിലാണ്. അതിന്റെ നോമ്പ് നോറ്റുകൊണ്ട് വളരെ ഇഖ്ലാസോടുകൂടി വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് കടന്നു വരാനുള്ള സമയം കൂടിയാണ് നാളത്തെ നമ്മുടെ മജ്ലിസ്. അപ്പൊ അതിനു മുന്നോടിയായി നമ്മൾ ചൊല്ലേണ്ടുന്ന കുറെ അദ്കാറുകളുണ്ട്. മഹാന്മാരായ മഹത്തുക്കൾ പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ ചൊല്ലിയിരുന്ന ഒരുപാട് അദ്കാറുകളുണ്ട്. സുബഹി നിസ്കാരം ഞാൻ ആമുഖത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ പാടെ ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പരിശുദ്ധമായ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുകയും അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരവസ്ഥയാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭാര്യ, മക്കള്, സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ഓരോ വഴികളും ഓരോരോ കാര്യങ്ങളുമെല്ലാം പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ മുന്നോട്ട് കിട്ടാൻ അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ പാടെ എല്ലാവരും 101 തവണ ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ എല്ലാവരും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ളുഹർ നിസ്കാരം കഴിഞ്ഞാലുടൻ എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എന്തിനാണ്? നാളെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുമ്പോൾ മഹ്ശറയാകുന്ന വൻസഭയിൽ ആരും നമ്മളെ സഹായിക്കാനോ ആരും നമ്മുടെ കൈപിടിക്കാനോ നമ്മളെ ഒന്ന് കൊണ്ടുപോകുവാനോ ആരുമില്ലാതിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹ്ശറ വൻസഭയിൽ അവിടെ അള്ളാഹുവിന്റെ സന്തോഷത്തിൽ കടന്നു വരികയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലുൽ കൗസർ നാളെ നമുക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടെ ളുഹർ നിസ്കാരത്തിന് ശേഷം എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. എത്രത്തോളം ചൊല്ലാൻ പറ്റോ അതിന് പ്രത്യേകം ഒരു കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നുന്ന ആ കണക്കനുസരിച്ച് നിങ്ങൾ എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ഇനി അസർ നിസ്കാരത്തിന് ശേഷമാണ്. അസർ നിസ്കാരം കഴിഞ്ഞാലുടൻ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷീണമുള്ള ഒരു സമയമാണ്. എന്നാലും ആ ഒരു സമയത്ത് അല്ലാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്ത പരിശുദ്ധമായ ഈ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ നമ്മൾ 101 തവണ നമ്മൾ ഇൻഷാ അല്ലാഹ് ചൊല്ലണം. കാരണം നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊഴിഞ്ഞു പോകാനും അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റുപറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പരിപൂർണമായ ഖുർആനിന്റെ ഒരായത്തുകളിൽ പെട്ട ഒരായത്ത് കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പാഴാകൂല, അതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകൂല, അതുകൊണ്ട് ഒരിക്കലും അത് ഇല്ലാതെ ആകൂല. അപ്പൊ എല്ലാവരും അസർ നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലുക. ഇനി അത് കഴിഞ്ഞാലുടൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാനുള്ളത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലുടനെയാണ്. നമ്മുടെ നോമ്പ് മുറിക്കുന്ന ആ ഒരു സമയം നോമ്പ് മുറിച്ച് നല്ലതുപോലെ കടന്നു വന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് മഹാന്മാരായ ആലിമീങ്ങളെ സാദാത്യങ്ങളെ ചൊല്ലിയതുപോലെ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിക്കുകയാണ്. റബ്ബി എന്റെ പാപങ്ങളെ തൊട്ട് മിൻ കുല്ലി ദംബിൻ വഖതീഅത്തിൻ എന്റെ എല്ലാ പിഴവുകളെ തൊട്ടും എന്റെ പാപങ്ങളെ തൊട്ടും ഞാൻ അല്ലാഹുവേ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അത് മാത്രവുമല്ല വഅതൂബു ഇലൈഹി ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകൂടെ ചെയ്യുകയാണ്. അല്ലാഹു തആല പറഞ്ഞെന്താണ്? തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. നിങ്ങൾ നല്ലതുപോലെ തൗബ ചെയ്യാനാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ഒരു പരിശുദ്ധമായ, ഈ ഒരു പവിത്രമായിട്ടുള്ള ഈ ദുആ, ഈ ദിക്ർ നമ്മളെല്ലാവരും ചൊല്ലണം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞാലുടൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ തക്ബീറുകൾ നിങ്ങൾ ചൊല്ലുക. നല്ലതുപോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ പരിശുദ്ധമായ ദിക്ർ അല്ലാഹു ഇങ്ങനെ വാഴ്ത്താൻ, അത് നിങ്ങൾ എല്ലാവരും നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക. അപ്പൊ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവനും ചൊല്ലിയിട്ട് കടന്നു വന്ന് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യാം. ഇശാഇന് ശേഷം അല്ലാഹുവിന്റെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ്. അല്ലാഹുവേ, ഇത് ചൊല്ലുന്നവർ, ഇത് കേൾക്കുന്നവർ, ഇത് മനസ്സിലാക്കുന്നവർ, ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ എല്ലാവർക്കും നീ നല്ല ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നല്ല സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നല്ല ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഈമാനിന്റെ മാധുര്യമുള്ള ജീവിതമാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ആളുകളുടെ പാപങ്ങളും പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ദിവസത്തിൽ സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങളൂടെ നീ പൊരുത്തപ്പെട്ടു തരണേ റഹ്മാനെ. എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റണേ റഹ്മാനെ. എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലാ. എല്ലാ ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളൊക്കെ നീ മാറ്റിത്തരണേ പടച്ചോനെ. അറഫയിൽ നിന്നുകൊണ്ട് ആര് കരഞ്ഞാലും, ആര് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താലും അള്ളാഹു തട്ടിക്കളയില്ല. അത്രയും പോരിശയേറിയ, അത്രയും മഹത്തരമുള്ള മഹോന്നതമായ ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. ആ പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ അന്ന് നമ്മളെല്ലാവരും നോമ്പ് നോക്കാറുണ്ട്. പരിശുദ്ധമായ പെരുന്നാളിന്റെ തലേ ദിവസത്തിൽ അറഫ 9 അന്ന് നമ്മുടെ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരാറുണ്ട്. ആ നോമ്പ് പിടിച്ചുകൊണ്ട് നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരുന്നവർ, സങ്കടങ്ങൾ പറയുന്നവർ, അല്ലാഹു തആല ഒരുപാട് മഹോന്നതമായ 10 ദിവസങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആ 10 ദിവസങ്ങളിൽ ഏറ്റവും പോരിശയായ ഒരു ദിവസം നമ്മളിപ്പോ നോമ്പ് നോക്കുന്നുവെന്നേ ഉള്ളൂ. അത് അറഫയുടെ അന്നത്തെ നോമ്പാണ്. അപ്പൊ ഏതായാലും ആ ഒരു സമയത്തായാലും നമുക്ക് നീയത്ത് വെക്കാൻ പറ്റും. ഇനി നല്ല നീയത്തോടുകൂടി മുന്നോട്ട് കടന്നു വന്നാൽ നമുക്കൊക്കെ രക്ഷപ്പെടാമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ മാസത്തില് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് റമളാനിന്റെ നോമ്പ് ഖളാ ഉണ്ട്. എന്നാൽ ആ നോമ്പ് കൂടെ ഈ അറഫ ദിവസത്തിന്റെ അന്ന് നോറ്റുവീട്ടുന്ന നോമ്പിനോടൊപ്പം നമ്മൾ നോറ്റുവീടാം. അതെങ്ങനെയാ? അതിന്റെ നിയ്യത്ത് എങ്ങനെ വെക്കണം? റമളാൻ മാസം ഖളാ ആയിപ്പോയ ഫർലാക്കപ്പെട്ട നോമ്പ്, റമളാൻ മാസം ഖളാ ആയിപ്പോയ ഫർലാക്കപ്പെട്ട നോമ്പ് നാളത്തെ സുന്നത്ത് നോമ്പിന്റെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുന്നു. എങ്ങനെ? പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഖളായി പോയിട്ടുണ്ടാവും ചില നോമ്പുകള്. ആ നോമ്പിന്റെ നിയത്ത് എങ്ങനെ? റമളാൻ മാസത്തിൽ ഫർലാക്കപ്പെട്ട ഖളാ ആയ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി അറഫാ നോമ്പിനോടൊപ്പം ഞാൻ നോറ്റുവീട്ടുന്നു എന്ന് പറഞ്ഞ് നിയത്ത് ചെയ്താൽ ആ ഒരു മഹത്വം കൂടെ, ആ ഒരു ഖളാ വീട്ടൽ കൂടെ അതിനോടൊപ്പം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനും നന്മയായ മനസ്സുകളോടെ മുന്നോട്ട് വരാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ജീവിതത്തിൽ അടുത്ത ഒരു കൊല്ലം നമ്മൾ അറഫാ ദിവസത്തിന്റെ അന്ന് ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് പോരിശയേറിയ, ഒരുപാട് സാന്ത്വനമേറിയ, ഒരുപാട് സന്തോഷമേറിയ ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. അന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും
ഒരുപാട് വേദനകളും കണ്ണീരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റബ്ബിലേക്ക് പരിഹരിക്കാൻ പറ്റുന്ന അള്ളാഹുവിലേക്ക് ചോദിക്കണം, അല്ലാഹ് നിന്റെ പൊരുത്തം തരണം, അതിനുവേണ്ടി എന്റെ പാപങ്ങൾ പൊറുക്കണം, എന്റെ സങ്കടങ്ങളെ മാറ്റണം, എന്റെ വേദനകളെ മാറ്റണം. ഓരോന്നും അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും. അതൊരു സുന്നത്തോമ്പല്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനല്ല, ഈ മാസത്തിൽ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ അറഫ. ഏറ്റവും നല്ല ദുആ എന്ന് പറയുന്നത് പവിത്രമായ അറഫയുടെ അന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആയാണ്. അത് അല്ലാഹു തട്ടിക്കളയില്ല. അതുകൊണ്ടാണ് അറഫ വൻസബയില്, അറഫ മൈതാനിയിൽ ഒരുപാട് ആളുകൾ നിന്ന് കരയാൻ. എത്ര ചൂടുണ്ടെങ്കിലും ആ ചൂടത്തും നിന്ന് ഉരുകിയിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥലത്ത് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞിട്ടല്ലോ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥപരമായിട്ട് തേങ്ങിക്കരയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹജ്ജിന് പോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് നന്നാകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആ പരിശുദ്ധമായ ഭൂമിയിലെത്താനും അവിടെ സന്തോഷത്തോടെ കടന്നു പോകാനും അവിടെ ചെന്ന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനാ മുസ്ലിമൻ വഅൽഹിഖനാ ബിസ്സാലിഹീൻ. കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്, എല്ലാ ദുഃഖങ്ങളെയും മാറ്റണേ അല്ലാഹ്, എല്ലാ ആവലാദികളെയും മാറ്റണേ അല്ലാഹുവേ. പടച്ചോനെ, പലരും പല രോഗങ്ങൾ വന്നിട്ട് വല്ലാത്ത സങ്കടത്തിലാണ് റബ്ബേ. പനി പിടിച്ച് ശരീരം മുഴുവനും വേദനയാണ് ഉസ്താദേ, ദുആരക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, എന്ത് രോഗം കൊണ്ട് ആരൊക്കെ എന്തെല്ലാം പ്രയാസത്തിലാണോ അതെല്ലാം മാറ്റണേ അല്ലാഹ്. ചോര് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റഹ്മാനെ, അവരുടെ കടങ്ങളെ വീട്ടിക്കൊടുക്ക അല്ലാഹ്. സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, സങ്കടങ്ങളെ വീട്ടണേ അല്ലാഹ്. ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ അമാലുകളെ സ്വീകരിക്കണേ അല്ലാഹ്. നാളത്തെ ഒരു നോമ്പിന് ഒരു കൊല്ലത്തെ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ റബ്ബ് പൊറുക്കുമെന്ന് പറയുമ്പോ ആ പരിശുദ്ധമായ റമളാൻ, ആ പരിശുദ്ധമായ അറഫയുടെ ദിവസത്തിൽ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാഹ്. പടച്ചോനെ, കടങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ തട്ടല്ല പടച്ചവനെ. അല്ലാഹുവേ, മഴക്കാലമാണ്, ഞങ്ങളുടെ അരുമ മക്കളൊക്കെ സ്കൂളുകളിൽ പോകുന്നവരാണ്. ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാനെ, ഒരു സങ്കടത്തിലും പെടുത്തല്ല റഹ്മാനെ, ഒരു ദുഃഖത്തിലും പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. ആവലാദികളും വേവലാദികളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും എല്ലാം മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, നാളത്തെ അറഫയുടെ നോമ്പ് വീട്ടാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. സഹോദരങ്ങളെ, മറക്കണ്ട, നാളത്തെ ആ നോമ്പിനോടൊപ്പം നിയ്യത്ത് വെക്കണം. റമളാൻ മാസത്തിൽ ഖളാ ആയി പോയ നോമ്പിനെ കൂടെ ഈ സുന്നത്ത് നോമ്പിനോടൊപ്പം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോക്കിയാൽ റമളാൻ നഷ്ടപ്പെട്ടു പോയ ആ നോമ്പ് കൂടെ നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ റബ്ബേ, സന്തോഷം നിറച്ചു തരണേ
തരണേ അല്ലാ. സ്വർഗത്തിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക് തരണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ